ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കോഫി പരീക്ഷിച്ചാലോ? അപ്പം ഞാനിവിടെ വീട്ടിലെങ്ങനെ നമുക്ക് ഒരു ക്യാപ്പുച്ചീനോ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡറും, ഞാൻ നെസ്കഫയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ ഷുഗറും അതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. ഇപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം, പക്ഷെ അതൊരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിച്ചിട്ട് കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ബീറ്ററിൽ തന്നെ കുറേ ടൈം എടുത്തു കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കോഫി പൗഡറും ഷുഗറും വെള്ളം കൂടി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് ഫൈനലി നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ കോഫി പൗഡർ വന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് തന്നെ അത് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1 കപ്പ് ഓഫ് മിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ 1 കപ്പ് പാലായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള മിൽക്കാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പാൽ ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഫിയുടെ മിക്സായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ആക്ച്വലി നിങ്ങളുടെ ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു കപ്പിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ നമ്മുടെ കോഫി കപ്പിലേക്ക് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കോഫി മിക്സ് റെഡിയാക്കിയതുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ പാൽ ഓൾമോസ്റ്റ് നമുക്കൊരു കംപ്ലീറ്റായിട്ട് കപ്പ് നിറച്ചെടുക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്താൽ മതി. കാരണം നമുക്ക് ഇതിനെ മിക്സ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് ചാടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്രീം ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ക്രീം വീഴുന്ന ഭംഗിയില്ലേ, ആ ഭംഗി ശരിക്കും ആ ഒരു കോഫിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിലീഫ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതായിരുന്നു. അപ്പം നിങ്ങളിപ്പം ഫ്രീ ആയിട്ടുള്ള ഡേയ്സൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലിരിക്കുന്ന ടൈമൊക്കെ ആണെങ്കിലോ ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ളൊരു പരീക്ഷണങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെറ്റർ ആവാൻ പറ്റും. നമ്മുടെ മൈൻഡേ ബെറ്റർ ആവാൻ പറ്റും. കാരണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ നമുക്ക് തരുന്നൊരു ഫീല് വേറൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പം സ്റ്റാർബക്സിൻ്റെ അത്രയൊന്നും വന്നില്ലെങ്കിലും ഏകദേശം എൻ്റെ അയൽവക്കക്കാരനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.